മറ്റൊരു മലയാള മാധ്യമത്തിന്റെ പരസ്യം, നേരോടെ നിർഭയം നിരന്തരം. അതും എനിക്കിഷ്ടമാണ്. കാരണം വാർത്തകൾ സത്യമായിരിക്കണം, പക്ഷെ സത്യം പറയണമെങ്കിൽ ഭയമില്ലാതിരിക്കണം. അത് നിരന്തരമായിട്ട് ചെയ്യണമെങ്കിൽ വലിയ വില കൊടുക്കണം. ഇപ്പൊ സത്യം നിരന്തരം പറയുന്നവർ എപ്പോഴെങ്കിലുമൊക്കെ മുറിവേൽക്കും. ലോകത്തിൽ സത്യം ജഡധാരണം ചെയ്തു വന്നത് അറിയാമോ? കർത്താവായ യേശുവ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നാ പറഞ്ഞു. ആ സത്യത്തെ എന്തുമാത്രം ഉപദ്രവിച്ചു. പക്ഷേ കല്ലറയ്ക്കുള്ളിൽ സത്യം അധിക ദിവസം ഇരിക്കില്ല. കല്ലൊക്കെ തട്ടിത്തെറിപ്പിച്ച് സത്യം പുറത്തു വന്നു. അതുകൊണ്ട് സത്യം നിരന്തരം പറയണമെങ്കിൽ, സത്യത്തിൽ ജീവിക്കണമെങ്കിൽ ചിലപ്പോഴൊക്കെ വില കൊടുക്കേണ്ടി വരും, എതിർപ്പുകൾ സഹിക്കേണ്ടി വരും, ഒറ്റപ്പെടലുകൾ സഹിക്കേണ്ടി വരും. ഇതാ ജോഷുവയുടെ പുസ്തകം എന്ത് പറയുന്നു നോക്കാം. 1-ാം അധ്യായം 6 മുതൽ. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭജിക്കും. ഒരു പുതിയ ദേശത്തേക്ക് പോകുന്നതിന് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. അടുത്തത്, നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കണം. ദൈവപ്രമാണം അനുസരിച്ച് നടക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം, നിർഭയം നിരന്തരം. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കണം. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കണമെന്ന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടത് രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടക്കണമെങ്കിൽ ധൈര്യം വേണം. അതായത് മനുഷ്യരെ പേടിക്കുന്നവർക്ക് ദൈവം അതിനനുസരിക്കാൻ പറ്റുകയില്ല. പണത്തെ പേടിക്കുന്നവർക്ക് ദൈവം അതിനനുസരിക്കാൻ പറ്റുകയില്ല. പിശാചിനെ പേടിക്കുന്നവർക്ക് ദൈവം അതിനനുസരിക്കാൻ പറ്റുകയില്ല. നേരോടെ ജീവിക്കണമെങ്കിൽ, നിർഭയമായി ജീവിക്കണമെങ്കിൽ വചനമകത്ത് കയറണം. ആ വചനം നമുക്ക് ധൈര്യം തരും. ആ വചനം പ്രമാണിക്കാൻ നമുക്ക് ധൈര്യം വേണം താനും. ദൈവവചനം ധൈര്യം തരും. ദൈവവചനം പ്രമാണിക്കാൻ ധൈര്യം ആവശ്യമാണ്. ഇത് രണ്ടും കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ധൈര്യമില്ലാത്ത ഒരാൾക്കും സ്വർഗത്തിൽ പോകാനൊക്കെ. നരകത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ആദ്യം കിടക്കുന്ന ആരാന്നറിയോ? ഭീരുക്കളാണ്. ആദ്യകാലങ്ങളിലൊക്കെ അത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, എന്നാൽ എൻ്റെ കാര്യം പോക്കാണല്ലോ. കാരണം ഞാൻ അത്ര വലിയ ധൈര്യശാലിയൊന്നുമല്ല. എൻ്റെ കാര്യം എനിക്കറിയാമല്ലോ. പ്രസംഗം കേൾക്കുമ്പോൾ തോന്നും വലിയ ധൈര്യക്കാരനാണ്. എൻ്റെ വിശ്വാസികളിൽ പലർക്കും എൻ്റെ അടുത്തോട്ട് വരാൻ ഭയമാണ്. കാരണം പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. പക്ഷെ അടുത്തറിയാവുന്നവർക്കറിയാം അത്രയൊന്നുമില്ല. ഞാൻ പറയാൻ വന്ന പോയിന്റിലേക്ക് വരട്ടെ. ഭീരുക്കൾ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടേണ്ടതിന് പകരം മനുഷ്യരെ ഭയപ്പെടുന്നവരെന്നാണ്. മനസ്സിലായോ? ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ഭയം. ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുവാൻ നീ ഭയപ്പെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് ദൈവത്തെ ഭയമില്ലെന്ന്. എൻ്റെ അടുത്ത് 2 പേര് നിൽക്കുന്നു. 2 പേര് ശക്തരാ. അതിൽ ഒരാള് സർവശക്തനാണെങ്കിൽ അയാളെ പേടിച്ചാൽ പോരെ? മറ്റേ ആളെ പേടിക്കണം? ഇതാ എൻ്റെ ചോദ്യം.
അപ്പൊ ഈ ദൈവത്തെ ഭയമുണ്ടെങ്കിൽ മനുഷ്യരെ ഭയപ്പെടേണ്ടി വരികയില്ല. അതുകൊണ്ട് നമുക്ക് നേരോടെ ജീവിക്കാം, നിർഭയം ജീവിക്കാം, വചനപ്രകാരം ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.